ഹായ് ഫ്രണ്ട്സ്, നമുക്കത് വായിച്ചു നോക്കിയാലോ. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു, അതരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ. ഇത് 1 സാമുവേൽ എഴുതിയത് 1-ാം അധ്യായം 13-ാം തിരുവചനം. ശ്രദ്ധിക്കാം. പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വാചാലത വേണ്ട എന്നതത്രേ. എല്ലാം അറിയുന്ന ദൈവത്തിന് മുൻപിൽ അധികമൊന്നും പറയേണ്ടതില്ല. ഒരു മകനു വേണ്ടി യാചിച്ച ഹന്നായുടെ ചിത്രം ഇവിടെ മാതൃകയാകുന്നു. വാചിക പ്രാർത്ഥന വേണ്ടെന്നല്ല, വാ തോരാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൂട്ടുന്നതിലല്ല, എന്നെ പൂർണ്ണമായി അറിയുന്ന പിതാവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന ബോധ്യത്തോടെ ഹൃദയം തുറക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ 2 കാര്യങ്ങളും മുഖ്യമായി വ്യക്തിപരമായ പ്രാർത്ഥനകളെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിലും സമൂഹ പ്രാർത്ഥനയിലും ഈ മനോഭാവം കാത്തു സൂക്ഷിക്കണം. ഇതിനെല്ലാം മാതൃകയാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന. ദൈവത്തെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് 7 യാചനകളിലൂടെ ഹൃദയം തുറക്കാൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥന നോമ്പുകാലത്ത് മാത്രമല്ല, ഏതുകാലത്തും പ്രസക്തവും അനിവാര്യവുമായ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ.